Capital Market and Securities Law എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ട് ക്യാപിറ്റൽ മാർക്കറ്റ് 40 മാർക്കിൻ്റെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് സെക്യൂരിറ്റീസ് ലോ എന്ന് പറയുന്ന പുതിയ സിലബസിൽ പഴയ സിലബസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പഴയ സിലബസിൽ സെക്യൂരിറ്റീസ് ലോസ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നായിരുന്നു. അതിപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് സെക്യൂരിറ്റീസ് ലോസ് എന്ന് പറഞ്ഞിട്ട് മാറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് വരുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. സെക്കൻഡ് പാർട്ട് വരുന്നത് സെക്യൂരിറ്റീസ് ലോസ്. സെക്യൂരിറ്റീസ് ലോസ് 60 മാർക്കിൻ്റെയാണ്. പാർട്ട് 2 ക്യാപിറ്റൽ മാർക്കറ്റ് വരുന്നത് 40 മാർക്കിൻ്റെ. ഇത് പുതിയ സിലബസിൽ 2022 സിലബസിൽ എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിൻ്റെ രണ്ടാമത്തെ ഗ്രൂപ്പിലെ 5ാമത്തെ പേപ്പറാണ് ഇത് വരുന്നത്. Part 1 of the subject deals with the basic concept of capital market and enable to develop to understanding about the primary and secondary market, which is the bridge between the investors and the corporate. This discuss the important provisions covered under the Securities Contract Regulation Act 1956. ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ തന്നെ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ടിനെ പറ്റി പഠിക്കാനായിട്ടുണ്ട്. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ 1992 അതും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഡിപ്പോസിറ്ററീസ് ആക്ട് അതും ചാപ്റ്ററിൽ ഡീപ്പായിട്ട് നോക്കാനായിട്ടുണ്ട്. There are several intermediaries and institutions involved in dealing with the capital market. SEBI has also jurisdiction over all such intermediaries, person associated with the securities market, which have also been discussed in this part. Securities laws related വരുന്ന ഗവേൺ ചെയ്യുന്ന ലോസ്, സെക്യൂരിറ്റീസ് മാർക്കറ്റിലെ ഇൻ്റർമീഡിയറീസ്, അതിൻ്റെ റിലേറ്റഡ് റെഗുലേഷൻസ്, ഇതെല്ലാം പറ്റിയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത്. വരുന്ന ചാപ്റ്ററുകളിലും ഈ സിലബസിൻ്റെ ഈ പാർട്ടിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്യാപിറ്റൽ മാർക്കറ്റ് അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് അതിൻ്റെ ഫസ്റ്റ് ലെസണിലോട്ട് പോകും. ബേസിസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്, അതാണ് ഫസ്റ്റ് ലെസൺ വരുന്നത്. ആദ്യം തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ എന്താന്ന് നോക്കാം. ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ ഫിനാൻഷ്യൽ മാർക്കറ്റും ഫിനാൻഷ്യൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസും കൂടെ ഉൾക്കൊള്ളുന്ന ഒരു ഏരിയയാണ് ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം അതിൽ നമ്മൾ നോക്കുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ മണി മാർക്കറ്റ് ഉണ്ട്, കൂടാതെ ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റിനെ തിരിച്ചിരിക്കുന്നതാണ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സെക്യൂരിറ്റീസ് മാർക്കറ്റിലാണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്, IPO മാർക്കറ്റ്, FPO മാർക്കറ്റ് എന്ന് പറയും. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഷെയർ, ഡിബെഞ്ചർ, ബോണ്ട്, IDR, വാറൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇന്റർമീഡിയറീസ് അല്ല മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ആണ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്, AIF, വെഞ്ചർ ക്യാപിറ്റൽ ആങ്കർ ഇൻവെസ്റ്റേഴ്സ്, ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ്, മെർച്ചന്റ് ബാങ്കർ, രജിസ്ട്രാർ ആൻഡ് ഷെയർ ട്രാൻസ്ഫർ ഏജന്റ്, അണ്ടർ റൈറ്റേഴ്സ്, അങ്ങനെ ഉള്ള കാര്യങ്ങൾ. ഇതൊരു ജസ്റ്റ് ഒരു ബ്രീഫാണ് ഈ ചാപ്റ്ററിനെ പറ്റി, സ്റ്റഡി മെറ്റീരിയലിലുള്ളത് തന്നെയാണ്. ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇൻ ഇന്ത്യ. Indian financial market has been one of the oldest across the globe and is definitely the fast growing and best among other financial market of the emerging economies. ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് വെച്ചാൽ വളരെ ഓൾഡ് ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ സ്ട്രോങ്ങസ്റ്റ് ബേസ് ഫൗണ്ടേഷൻ ഉള്ള ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റാണ് ഇന്ത്യയിലുള്ളത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വേൾഡിലെ തന്നെ വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ടേൺ ഓവറിൻ്റെ ബേസിസിൽ വൺ ഓഫ് ദി ബിഗസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വരുന്നത്. അത് BSE എന്ന് പറയുന്നത്. ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഈസ് വൺ ഓഫ് ദി വെൽ ഡെവലപ്ഡ് മാർക്കറ്റ് ഇൻ ദി വേൾഡ്. enable efficient trade of securities and transfer of funds between lenders and borrowers and also create securities for investment. What are the functions of financial market? Financial marketന്റെ functions എന്താണെന്നുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂ വേണമെങ്കിൽ ചോദിക്കാം. അപ്പം അങ്ങനെയുള്ളൊരു ഇതാണ്. അപ്പോൾ ചെറിയ ഗിസ്റ്റ് ആയിട്ട് എഴുതിയേക്കുന്നതാണ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്? ഫിനാൻഷ്യൽ മാർക്കറ്റ് ഫെസിലിറ്റേറ്റ് മൊബിലൈസേഷൻ ആൻഡ് ചാനലൈസേഷൻ ഓഫ് സേവിങ്സ് ഇൻ ടു മോസ്റ്റ് പ്രൊഡക്റ്റീവ് യൂസസ്. അതായത് ഫണ്ട് മൊബിലൈസ് ചെയ്യും, ഒരു ചാനലിലൂടെ റൂട്ട് ചെയ്യും, അത് ആ സേവിങ്സ് ആയിട്ടുള്ള ഫണ്ടിനെ റീഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. മോസ്റ്റ് പ്രൊഡക്റ്റീവ് ആയിട്ട് തന്നെ റിട്ടേൺ കിട്ടുന്ന രീതിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഫിനാൻഷ്യൽ മാർക്കറ്റ് സഹായിക്കും. ഇറ്റ് ഹെൽപ്പ് ഇൻ ഡിറ്റർമിൻ ദ പ്രൈസ് ഓഫ് ദി സെക്യൂരിറ്റീസ് ഓൺ ബേസിസ് ഓഫ് ദെയർ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻ ദ മാർക്കറ്റ്. ഷെയറുകളുടെ അല്ലെ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസുകൾ ഫിക്സ് ചെയ്യാനായിട്ട് സഹായിക്കും. അത് ഫിക്സ് ചെയ്യാനുള്ളത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ തിയറി ഉപയോഗിച്ച് തന്നെയാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്.
It provides liquidity to tradable asset by facilitating the exchange, as the investor can readily sell their securities and convert asset into cash. ഇൻവെസ്റ്റേഴ്സിന് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യും, അതായത് ഏറ്റവും പെട്ടെന്ന് തന്നെ അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇക്വിറ്റീസ് ആണെങ്കിലും ഡിബെഞ്ചർ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് അസറ്റുകളാണെങ്കിലും ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യും, ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യും. ടു reduce cost by providing valuable information regarding the securities traded in the financial market. കോസ്റ്റ് കുറയ്ക്കും, ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന സെക്യൂരിറ്റിയുടെ ഇൻഫർമേഷൻ അതിൻ്റെ അനാലിസിസ് ഒക്കെ തന്ന് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും. ടു ഫെസിലിറ്റേറ്റ് എക്സ്ചേഞ്ച് ഓഫ് അസറ്റ് വിത്തൗട്ട് ഫിസിക്കൽ ഡെലിവറി, അതായത് സെക്യൂരിറ്റീസ് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് പകരം ഫിസിക്കലായിട്ട് അസറ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് പകരം ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസിലൂടെ എക്സ്ചേഞ്ച് സംഭവിക്കും. ഇതൊക്കെയാണ് മേജർ ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഫിനാൻഷ്യൽ മാർക്കറ്റിനെ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും. ഫിനാൻഷ്യൽ മാർക്കറ്റിൽ മണി മാർക്കറ്റ് എന്താണെന്ന് നോക്കാം. In India, this market is regulated by both the Reserve Bank of India and Securities Exchange Board of India. The nature of transaction in this market is such that there are large amount and high volume. അതായത് മണി മാർക്കറ്റ് ഫിനാൻഷ്യൽ സെഗ്മെന്റ് എന്ന് വെച്ചാൽ ഷോർട്ട് ടൈം ഫണ്ട്സുകൾ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ട്രാൻസാക്ഷൻസ് നടക്കുന്നത്, 1 ഇയർ താഴെയുള്ള ഷോർട്ട് ടൈം ട്രാൻസാക്ഷൻ നടക്കുന്നതാണ് മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. The maturity of the instrument range from 1 day to 1 year. ഒരു ദിവസം തൊട്ട് ഒരു വർഷം വരെയുള്ള മെച്യൂരിറ്റി ഉള്ള ഇൻസ്ട്രുമെന്റ് ആയിരിക്കും മണി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത്. അത് ഗവേൺ ചെയ്യുന്നതും ഇന്ത്യയിൽ അത് ഗവേൺ ചെയ്യുന്നത് സെബിയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും കൂടെ ചേർന്നാണ് ആ മണി മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പം അതിൽ ഫണ്ടിന് വോളിയം കൂടുതലായിരിക്കും, ട്രാൻസാക്ഷൻ വോളിയം കൂടുതലായിരിക്കും, മെച്യൂരിറ്റി പീരീഡ് കുറവായിരിക്കും. ഇതാണ് മെയിനായിട്ട് മണി മാർക്കറ്റിന്. മിനിമം ട്രാൻസാക്ഷൻ കോസ്റ്റും no loss in value such as treasury bills, commercial papers, certificate of deposit, etc. ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും സബ്സ്ക്രിപ്ഷൻ വരുന്നത്. അതേസമയം ക്യാപിറ്റൽ മാർക്കറ്റ് നോക്കിയാൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഇസ് എ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം that is concerned with the industrial securities market, government securities market and long time loan market. എന്നുവെച്ചാൽ മെയിൻ ഡിഫറൻസ് മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മണി മാർക്കറ്റ് ഷോർട്ട് ടൈം ആയിരിക്കും, ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് വെച്ചാൽ ലോങ് ടൈം ആയിരിക്കും. A market that serves the medium and long time liquidity needs of the borrower and lender and therefore embrace all types of lending and borrowing. The capital market comprises of institution and mechanism through which intermediate term funds and long term funds are pooled and made available to business, government and individuals. The capital market also encompasses the process by which securities already outstanding are transferred. The market is also referred to as the barometer of the economy. It deals with instruments like shares, stock, debenture and bonds. Companies turn to capital market to raise funds needed finance for the infrastructure facilities and corporate activities. അതായത് കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ കമ്പനികൾ അവരുടെ ആവശ്യത്തിന് ഫണ്ട് റേസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റാണ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ മെയിനായിട്ട് ഷെയർ, സ്റ്റോക്ക്, ഡിബെഞ്ചർ, ബോൺസ് കാര്യങ്ങളാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ. മെയിനായിട്ട് ഇത് ലോങ് ടൈം ആയിരിക്കും. The functions of capital market. മെയിൻ ഫങ്ഷൻസ് ഇത് നോട്ട് ചെയ്ത് വെക്കുന്ന പോയിന്റ് ആണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആശം വരും. To mobilize resource for investment, to facilitate buying and selling of securities, to facilitate the process of efficient price discovery, to facilitate settlement of transaction in accordance with the predetermined time schedule. റിസോഴ്സ് മൊബിലൈസ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റിനായിട്ട് റിസോഴ്സ് മൊബിലൈസ് ചെയ്യും. സെക്യൂരിറ്റീസിന്റെ ബൈയിങ്ങും സെല്ലിങ്ങും ടേക്ക് പ്ലേസ് ചെയ്യും. എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് ഡിസ്കവറി, പ്രൈസ് ജനറേറ്റ് ചെയ്യുന്ന ഡിമാൻഡ് ആൻഡ് സപ്ലൈ വെച്ചിട്ട് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യും. ടൈം ലൈൻ വെച്ചിട്ട് തന്നെ ട്രാൻസാക്ഷൻ്റെ സെറ്റിൽമെൻറ്റ് ഉണ്ടാവും. അത് പ്രിസ്ക്രൈബ്ഡ് ടൈം ഉണ്ട് ഇന്ന ട്രാൻസാക്ഷൻ സെറ്റിൽ ചെയ്യാനായിട്ട്, ആ ടൈമിനുള്ളിൽ തന്നെ സെറ്റിൽ ചെയ്യും. ഇത് മെയിൻ ഫങ്ഷൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ആണത്. നീഡ് ഫോർ ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ആവശ്യകത. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ആൻഡ് എഫിഷ്യൻറ്റ് conduct to channel and mobilize funds to enterprise, both private and government. It provides an effective source of investment in the economy. എക്കോണമിയുടെ
നിലനിൽപ്പിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. It plays a critical role in mobilizing savings for investment in productive assets with a view to enhance a country's long-term growth prospects and thus act as a major catalyst in transforming the economy into more efficient, innovative and competitive marketplace within the global arena. In addition to resource allocation, capital market also provide a medium for risk management by allowing the diversification of risk in the economy. A well-functioning capital market tends to improve information quality as it plays a major role in encouraging the adoption of stronger corporate governance principles, thus support a trading environment which is founded on integrity. അത് ഫണ്ട് മൊബിലൈസ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ്സിനായിട്ട് സേവിങ്സ് മൊബിലൈസ് ചെയ്യും, റിസോഴ്സിനെയൊക്കെ പ്രോപ്പറായിട്ടുള്ള അലോക്കേറ്റ് ചെയ്യും, പ്രോപ്പർ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഫണ്ട് ഉണ്ടാവും, റിസ്ക്കും മെട്രിക്സ് നോക്കിയിട്ടായിരിക്കും ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എക്കോണമിയുടെ നിലനിൽപ്പിനായിട്ട് വേണം. Capital market has played a crucial role in supporting periods of technological progress and economic development throughout history. അതായത് എക്കണോമിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റും ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിനും ക്യാപിറ്റൽ മാർക്കറ്റ് പ്രധാന റോൾ വഹിക്കുന്നുണ്ട്. Capital market make it possible for companies to give shares to their employees via ESOP. Employees stock option വഴി എംപ്ലോയീസിന് അവർ കമ്പനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത ഇതിനുള്ള റിട്ടേൺ ആയിട്ട് സ്റ്റോക്ക് ഓപ്ഷൻസ് കൊടുക്കാനായിട്ടും ക്യാപിറ്റൽ മാർക്കറ്റ് സഹായിക്കുന്നു. പ്രൊവൈഡ് കറൻസി ഫോർ അക്വിസിഷൻ വിയ ഷെയർ സ്വാപ്പ്, കറൻസി അക്വിസിഷൻ സമ്മതിക്കുന്നുണ്ട്. എക്സലന്റ് റൂട്ട് ഫോർ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടു ടേക്ക് പ്ലേസ്, ഡിസ്ഇൻവെസ്റ്റ്മെന്റിന് പറ്റിയ റൂട്ട് ക്യാപിറ്റൽ മാർക്കറ്റ് മൂലം കിട്ടുന്നു. ഓൾസോ പ്രൊവൈഡ് എ വാല്യൂ സോഴ്സ് ഫോർ എക്സ്റ്റേണൽ ഫിനാൻസ്, എക്സ്റ്റേണൽ ഫിനാൻസിന് ക്യാപിറ്റൽ മാർക്കറ്റ് ഒരു ഇതാക്കുന്നു. എക്സിസ്റ്റൻസ് ഓഫ് ഡീപ്പ് ആൻഡ് ബ്രോഡ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇസ് അബ്സല്യൂട്ട്ലി ക്രൂഷ്യൽ ഇൻ spurring the growth of our country, an essential imperative for India, and has been developed its capital market to provide alternative source of funding for companies and in doing so achieve more effective mobilization of investor saving. മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ഇതിന്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ സോഴ്സിന് വേണ്ടി സഹായിക്കുന്നു, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് വേണ്ടി, എക്കണോമിയുടെ ഗ്രോത്തിന് വേണ്ടി ക്യാപിറ്റൽ മാർക്കറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ടെക്നോളജിക്കൽ ഡെവലപ്മെന്റിലോട്ട് ക്യാപിറ്റൽ മാർക്കറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. വെഞ്ചർ ക്യാപിറ്റൽ ആൻഡ് പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട് ഇൻവെസ്റ്റിംഗ് ഇൻ അൺലിസ്റ്റഡ് കമ്പനി ഗെറ്റ് ആൻ എക്സിറ്റ് ഓപ്ഷൻ വെൻ കമ്പനി ഗെറ്റ് ലിസ്റ്റഡ് ഓൺ ദി ക്യാപിറ്റൽ മാർക്കറ്റ്. വെഞ്ചറും പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടും വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകൾക്കുള്ള ഒരു എക്സിറ്റ് ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ആവശ്യകത. അടുത്തത് സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്നാണ്. സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ, സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഈസ് എ പ്ലേസ് വെയർ കമ്പനീസ് ക്യാൻ റേസ് ഫണ്ട് ബൈ issuing securities such as equity shares, debt securities, derivative, mutual fund, etc. to investors or public. സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. ഫണ്ട് എങ്ങനെ റേസ് ചെയ്യാം? അത് ഒരു അണ്ടർടേക്കിംഗ് പോലെ ഒരു സാധനം കൊടുത്തിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തുനിന്ന് പൈസ വാങ്ങിക്കുന്നത്. ആ കൊടുക്കുന്നത് ഷെയർ ആവാം, അല്ലെ ഡിബെഞ്ചർ ആവാം, ഡെറിവേറ്റീവ് ആവാം, അല്ലെ മ്യൂച്വൽ ഫണ്ട് ആവാം. അങ്ങനെ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ട് ഫണ്ട് അക്വയർ ചെയ്യുന്നത്, അതിനാണ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. Securities market is a place where companies can raise fund by issuing securities such as equity shares, debt securities, derivative, mutual fund, etc. Also a place where investors can buy and sell various securities. വാങ്ങാനും വിൽക്കാനും പറ്റിയ ഒരു പ്ലേസ്, സെക്യൂരിറ്റീസ് വാങ്ങാനും വിൽക്കാനും പറ്റിയ പ്ലേസ്. It is therefore a market where financial instrument claims are commonly and readily available for transfer by means of sale. അതായത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് കൈമാറ്റം ചെയ്യാനായിട്ട് റെഡിലി അവൈലബിൾ ആയിട്ടുള്ള സ്ഥലം. ബൈ മീൻസ് ഓഫ് സെയിലായിട്ട്, ഫ്രീ അല്ല, സെയിലായിട്ട്. വൺസ് ദ shares are issued to the public, the company is required to list the shares on the recognized stock exchange. പബ്ലിക് കമ്പനി ആയി കഴിഞ്ഞാൽ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഇസ് എ പാർട്ട് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. സെക്യൂരിറ്റീസ് മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഒരു പാർട്ടാണ്, നേരത്തെ നമ്മൾ കണ്ടു. സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഈസ് എ ലിങ്ക് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് സേവിങ്സ്. ഇൻവെസ്റ്റ്മെന്റ് സേവിങ്ങും തമ്മിലുള്ള ഒരു ലിങ്കാണ്. സേവിങ്സ് മൊബിലൈസ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് ആക്കുന്നതാണ്
സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ നടക്കുന്നത്. മൊബിലൈസ് ആൻഡ് ചാനലൈസ് സേവിങ്സ്, പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി ടു ഇൻവെസ്റ്റേഴ്സ്, അതായത് എപ്പോൾ വേണേലും വിറ്റ് ക്യാഷ് ആക്കാൻ പറ്റും, മോണിറ്ററി ടൈംസിലാക്കാൻ പറ്റും, അതാണ് ലിക്വിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മാർക്കറ്റ് പ്ലേസ് ഫോർ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്, ഓൾറെഡി പറഞ്ഞ പോയിന്റാണ്. ബൈയിങ്ങിനും സെല്ലിങ്ങിനും ഉള്ള അതാണ് സെക്യൂരിറ്റീസിൻ്റെ സെയിലും പർച്ചേസും നടക്കുന്ന ആണ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സെക്യൂരിറ്റീസ് മാർക്കറ്റിനെയും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. പ്രൈമറി മാർക്കറ്റിനെ IPO മാർക്കറ്റ് എന്നും സെക്കൻഡറി മാർക്കറ്റിനെ FPO മാർക്കറ്റ് എന്നും പറയും. IPO എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്, FPO എന്ന് വെച്ചാൽ ഫർദർ പബ്ലിക് ഓഫറിങ്. IPO എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ പറയുവാണെങ്കിൽ ഫസ്റ്റ് ടൈം ഒരു കമ്പനിയുടെ ഷെയർസ് പബ്ലിക്കിലേക്ക് അലോട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ത്രൂ BSE NSE ത്രൂ സെബിയുടെ അപ്രൂവൽ എടുത്ത ശേഷം പബ്ലിക്കിലേക്ക് അലോട്ട് ചെയ്യുന്ന. അതിന് പ്രോസസ്സ് ഒരുപാടുണ്ട്, ലിസ്റ്റിംഗ് പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് പബ്ലിക്കിലേക്ക് ഫസ്റ്റ് ടൈം ആ ഷെയർ പബ്ലിക്കിന് സബ്സ്ക്രിപ്ഷന് കൊടുത്ത് ആ പ്രോസസ്സിനെയാണ് IPO എന്ന് പറയുന്നത്, ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്. ആ പേര് പറയുന്ന പോലെ തന്നെ ഇനീഷ്യൽ ഫസ്റ്റ് ടൈം ആ ഷെയർസ് ഇട്ടിരുന്നത്. അങ്ങനെ IPO വഴി കിട്ടിയ ഷെയർസ് ഫർദർ പിന്നെ ട്രേഡ് ചെയ്യുന്നത് ആണ് ഫർദർ പബ്ലിക് ഓഫർ. അതായത് IPO കഴിഞ്ഞിട്ട് പിന്നീട് ഇഷ്യൂ ചെയ്യുന്നതാണ് ഫർദർ പബ്ലിക് ഓഫറിങ്. പിന്നീട് കൊടുക്കുമ്പോൾ ഫർദർ പബ്ലിക് ഓഫറിങ് ആവും. IPO എന്ന് വെച്ചാൽ പ്രൈമറി മാർക്കറ്റിലാണ് IPO മെയിൻ ആയിട്ട് നിൽക്കുന്നത്. Primary market deals with issue of new securities in corporate sector such as equity shares, preference shares and debt instrument. The primary market in which public issue securities made through a prospectus is a retail market and there is no physical location. അതായത് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ വെച്ചിട്ടല്ല ചെയ്യുന്നത്, ഡിജിറ്റലൈസ്ഡ് ആണെല്ലാം, ഡിമെറ്റീരിയലൈസ്ഡ് ഫോമിലാണ്. Offer for subscription to securities is made to the investing community. It is also known as initial public offering market. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് അത് അലോട്ട് ചെയ്തിരുന്നത് ഇനീഷ്യൽ ആണ്. Secondary market or stock exchange is a market for trading and settlement of securities that already have been issued. Secondary market എന്നത് പ്രൈമറി മാർക്കറ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം ഷെയർസ് ഇഷ്യൂ ചെയ്ത ആ ഷെയർ ട്രേഡ് ചെയ്യുന്ന പ്രൈമറി. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇഷ്യൂ ചെയ്ത് ട്രേഡ് ചെയ്ത ഷെയർ, അതായത് പ്രൈമറി മാർക്കറ്റിൽ രണ്ട് ആൾക്കാരാണുള്ളത്, ഒന്ന് കമ്പനിയും ഒന്ന് സബ്സ്ക്രൈബറും. അപ്പോൾ കമ്പനി ആ സബ്സ്ക്രൈബർ ചെയ്യുന്ന ആൾ എക്സ് എന്ന് പറയുന്ന ആൾക്ക് കമ്പനി ഷെയർസ് കൊടുത്താൽ ഇവർ തമ്മിലുള്ള ട്രാൻസാക്ഷനാണ്. എക്സ് കമ്പനിക്ക് പൈസ കൊടുക്കുന്നു, അത് ക്യാപിറ്റലിലോട്ട് വരുന്നു, കമ്പനി ആ ഷെയർ എക്സിന് കൊടുക്കുന്നു. അപ്പം എക്സ് 10 രൂപയ്ക്ക് ഫേസ് വാല്യൂ ഉള്ള 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയർ പ്രീമിയോടെ ചേർത്ത് 90 രൂപ പ്രീമിയം ചേർത്ത് 100 രൂപയ്ക്ക് കമ്പനി എക്സിന് കൊടുക്കുന്നു. അതിൽ ആ 10 രൂപ കമ്പനിയുടെ ക്യാപിറ്റലിലും 90 രൂപ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലും വരുന്നു. അതാണ് പ്രൈമറി. സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന ആള് ഈ ഷെയർ മാർക്കറ്റിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ച് പ്രൈസ് 100 രൂപ പ്രീമിയോട് ചേർത്തുള്ള ഷെയർ 102 ആവാം, അല്ലെ 98 ആവാം. ഇതിന്റെ പ്രൈസ് അനുസരിച്ച് വൈക്ക് കൊടുക്കുന്നു, വൈയുടെ ചെയ്യുന്നത്. അപ്പോൾ എക്സും വൈ നേരിട്ട് ഡീൽ ചെയ്യുന്നില്ല, അതിനൊരു മാർക്കറ്റ് പ്ലാറ്റ്ഫോമിൽ ബൈയിങ് സെല്ലിങ് നടക്കുന്നുണ്ട്. ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് ഷെയർസ് സപ്ലൈ ചെയ്യാം, ബൈ ചെയ്യാം. ഡയറക്റ്റ് ഇൻവെസ്റ്റർ ബിഡിങ് ഇല്ലാണ്ട് തന്നെ നമുക്ക് സെല്ല് ചെയ്യാം. അതിനെയാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടെ കമ്പനിയായിട്ട് യാതൊരു ഇതും വരുന്നില്ല. ദി ഇൻവെസ്റ്റേഴ്സ് ഹോൾഡിംഗ് സെക്യൂരിറ്റീസ് sell securities through registered brokers, sub-brokers of the stock exchange. Investors are desire of buying securities, purchase them through registered stock brokers, sub-brokers of the stock exchange. The secondary market provide a trading place for the securities already issued. അതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് പോയിന്റ്. The securities market provide a trading place for the securities already issued to be bought and sold. It also provides liquidity to initial buyers in the primary market to reoffer the securities to any interested buyers at any price. It mutually accepted. An active secondary market actually promotes the growth of primary market and capital formation because investors in the primary market are also assured of a continuous market and they can liquidate their investment. It is also known as further public offering. അതായത് സെക്കൻഡറി മാർക്കറ്റിനെ അല്ല ഫർദർ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. പ്രൈമറി മാർക്കറ്റിൽ വന്ന ഷെയറുകൾ കൂടുതൽ ട്രേഡ് ചെയ്യപ്പെടുമ്പോൾ ആ കമ്പനിക്ക് ഫ്യൂച്ചറിൽ പിന്നെയും ഷെയറുകൾ ഇഷ്യൂ ചെയ്യണമെന്ന് തോന്നിയാൽ ആ
ഇഷ്യൂവിനെയാണ് ഫർദർ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ചാപ്റ്ററുകളിൽ ഇത് ഫസ്റ്റ് ചാപ്റ്റർ ഒരു നറേറ്റീവാണ്, ഫുൾ സെക്ഷൻ്റെ. വരുന്ന ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അത് ജസ്റ്റ് ഈസി ഗോ ത്രൂ ഒരു കമ്പാരിസൺ ആണ്, ബേസിസ് ഓഫ് കമ്പാരിസൺ. പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്. അപ്പോൾ കമ്പാരിസൻ്റെ ബേസിസ് ആണ് മീനിങ്, ഒബ്ജക്റ്റീവ്, സ്കോപ്പ്, അനദർ നെയിം, ന്യൂ ഇഷ്യൂ മാർക്കറ്റ് IPO, ആഫ്റ്റർ ഇഷ്യൂ മാർക്കറ്റ് FPO മാർക്കറ്റ്, ഫിനാൻസിങ്, പാർട്ടീസ് ടു ദ ട്രാൻസാക്ഷൻ, മേജർ ഇൻ്റർമീഡിയറീസ്, പ്രൈസ്, യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ്. ഇപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ നോക്കുവാണെങ്കിൽ, റെഫർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ പ്രസൻറ്റേഷൻ വേണ്ടവർ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ഇട്ടാൽ മതി, മെയിൽ ID കമൻറ്റ് ചെയ്താൽ മതി, അവർക്ക് പ്രസൻറ്റേഷൻ അയച്ചു തരുന്നതാണ്. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഇൻ ഇന്ത്യ. സെക്യൂരിറ്റീസ് മാർക്കറ്റ് ഇന്ത്യയിൽ ഗവേൺ ചെയ്യുന്നത് SEBI Act 1992, സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956, ഡിപ്പോസിറ്ററീസ് ആക്ട് 1996, കമ്പനീസ് ആക്ട് 2030. ഈ പറയുന്ന ആക്ടുകളാണ് ഗവേൺ ചെയ്യുന്നത്. ഇതിൽ ഓരോന്ന് സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട്, SEBI ആക്ട്, ഡിപ്പോസിറ്ററീസ് ആക്ട് ഒക്കെ നമുക്ക് വരുന്ന ചാപ്റ്ററുകളിൽ പഠിക്കാനുണ്ട്. കമ്പനീസ് ആക്ട് വേറെ സബ്ജക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. The SEBI was established with the statutory powers to protecting the interest of investors, promoting the development of the securities market and regulating the securities market. SEBIയുടെ മെയിൻ ഒബ്ജക്റ്റീവ് അല്ലെ സ്കോപ്പ്, SEBIയുടെ ഫംഗ്ഷൻ എന്താ വെച്ചാൽ പ്രൊട്ടക്ടിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക, പ്രൊമോട്ടിംഗ് ദ ഡെവലപ്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്, സെക്യൂരിറ്റീസ് മാർക്കറ്റിന്റെ ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യുക, സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുക. ഈ മൂന്ന് കാര്യങ്ങളാണ് SEBIയുടെ മെയിൻ ഒബ്ജക്റ്റീവ്, മെയിൻ ആൻഡ് പ്രൈം ഒബ്ജക്റ്റീവ്സ്. പ്രൊട്ടക്ടിങ് ദി ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്, പ്രൊമോട്ടിംഗ് ദി ഡെവലപ്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്, റെഗുലേറ്റിംഗ് ദി സെക്യൂരിറ്റീസ് മാർക്കറ്റ്. അടുത്ത പാർട്ടിസിപ്പൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഇത് ഡീപ്പായിട്ട് വരുന്ന ചാപ്റ്ററിലുണ്ട്, എങ്കിലും ഇപ്പം പറഞ്ഞു പോവാം. ഫസ്റ്റ് പാർട്ടിസിപ്പൻ്റ് എന്ന് പറയുന്നത് QII, Qualified Institutional Buyers. Qualified Institutional Buyers are investment institutions who buy the shares of the company on a large scale. Qualified institutional buyers are those institutional investors who are generally perceived to possess expertise and the financial proficiency to evaluate and to invest in the capital market. The institution is usually a collective group of people in which a large number of investors repose faith, and the institution collect a large investable sum from various investors to invest in the market. QIBs എന്ന് പറഞ്ഞാൽ ഒരു പൂൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ അവർ മാർക്കറ്റിനെ പറ്റി കൂടുതലായിട്ട് സ്റ്റഡി ചെയ്യുകയും അങ്ങനെ എക്സ്പെർട്ടൈസ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് അല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ട് എന്ന് പറയുന്നത് പല ഇൻവെസ്റ്റേഴ്സിന്റെ ഫണ്ട്, അതൊരു പൂളായിട്ട് ബൾക്ക് ഫണ്ടാവും, വലിയ എമൗണ്ട്. അപ്പൊ അങ്ങനെ ഒരു വലിയ എമൗണ്ട് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് എന്ന് പറയുന്നത്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അതൊരു ഇൻഡിവിജ്വൽ അല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ട് എവിടെ നിന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് അവർ ഫണ്ട് വാങ്ങിച്ചിട്ട് അതൊരു വലിയ പൂളാക്കി അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്. Foreign portfolio investors FPI means a person who has been registered under Chapter 2 of SEBI Foreign Portfolio Investors Regulation 2009, which shall be deemed to be intermediary at times of the provision. അതായത് SEBI റെഗുലേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ട് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ. ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് AIF എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് refers to any privately pooled investment fund, whether from Indian or foreign source, in the form of a trust or a company or a body corporate or LLP, which are not presently covered under any regulation of SEBI governing fund management, nor coming under direct regulation of any other sectorial regulators in India, IRDA, PFRDA, RBI. ഇന്ത്യയിലെ ഒരു റെഗുലേഷന്റെ കീഴിലും വരാതെ ഒരു പബ്ലിക് പൂൾഡ് ഫണ്ട്, പ്രൈവറ്റ്ലി പൂൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്, അതാണ് ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്ന് പറയുന്നത്. അതിനെയാണ് കമ്പനി ആവാം, LLP ഫോമിലാവാം, പക്ഷെ അത് പ്രൈവറ്റ്ലി പൂൾഡ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടാണ്. ആ ഫണ്ടിനെയാണ് ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് തന്നെ 3 കാറ്റഗറി ഉണ്ട്. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3.
അതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. കാറ്റഗറി 1 ഇത് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം പഴയ സിലബസിൽ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പോയിന്റ് നോക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. Category 1 which invest in startup or early stage ventures or social ventures or SME or infrastructure or other sectors or areas which the government or regulators consider as socially or economically desirable and shall include venture capital fund, SME fund, social venture fund, infrastructure fund and such as alternative one justified. ചെറിയ സ്റ്റാർട്ടപ്പിൽ ഏർലി സ്റ്റേജ് വെഞ്ചേഴ്സിൽ സോഷ്യൽ വെഞ്ചേഴ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് അതാണ് കാറ്റഗറി 1 ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്ന് പറയുന്നത്. കാറ്റഗറി 2 എന്ന് പറയുമ്പോൾ 1ലും 2ലും പെടാത്ത എല്ലാ ഫണ്ടിനെയും കാറ്റഗറി 2ൽ പെടുത്തിയിട്ടാണ്. which does not undertake leverage or borrowing other than to meet day-to-day operational requirement and as permitted in this regulation. Category 3 എന്ന് പറഞ്ഞാൽ which employs diverse or complex trading strategies and may employ leverage including through investment in listed and unlisted derivatives. ലിസ്റ്റഡ് ആയിട്ടുള്ള അൺലിസ്റ്റഡ് ആയിട്ടുള്ള ഡെറിവേറ്റീവ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനത്തെ ഫണ്ടിനെയാണ് കാറ്റഗറി 3 ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്ന് പറയുന്നത്. വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്. വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് means an alternative investment in which invest primarily in unlisted securities of startup, emerging or early stage venture capital venture capital undertaking mainly involved in new product, new service, technology or intellectual property right based activities or a new business model and shall include an angel fund. എന്ന് വെച്ചാൽ ലിസ്റ്റഡ് അല്ലാത്ത അൺലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ സ്റ്റാർട്ടപ്പിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ അവർക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്രോൺ സ്റ്റേജിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഗ്രോത്ത് ആയി കഴിയുമ്പോൾ അവർ ഫണ്ട് എടുത്തിട്ട് പോകും. അങ്ങനത്തെ ഇതാണ് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത്. ഏഞ്ചൽ ഫണ്ട് refers to the pool created by high net worth individual. ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് ക്രിയേറ്റ് ചെയ്ത ഒരു പൂള്. ആ പൂളാണ് ഏഞ്ചൽ ഫണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസിന്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് അതാണ് ഏഞ്ചൽ ഫണ്ട് എന്ന് പറയുന്നത്. പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ഫോളോയിങ്: ലിവറേജ്ഡ് ബൈ ഔട്ട്, വെഞ്ചർ ക്യാപിറ്റൽ, ഗ്രോത്ത് ക്യാപിറ്റൽ. ഇത് ജസ്റ്റ് നോക്കി വെക്കാനായിട്ടാണ്. ആങ്കർ ഇൻവെസ്റ്റർ means a qualified institutional buyer who make an application for value at least 10 crore rupees in a public issue. മിനിമം 10 കോടി കുറയാണ്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വെക്കുന്ന ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയ്യറെയാണ് ആങ്കർ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസിന്റെ ഗ്രൂപ്പാണ് ഏഞ്ചൽ ഫണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് എന്താണെന്ന് നോക്കാം. ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് ഈസ് എ ക്ലാസ് ഓഫ് ഇൻഡിവിജ്വൽസ് who are distinguished from other retail segment based on their net wealth, asset and investable surplus. While there is no standard put forth for the classification, the definition of high net worth individuals varies with the geographical area as well as the financial market and institution, though there are no specific definition. Generally, in Indian context, individuals over 2 crore investable surplus may be considered to be high net worth individual, while those with investable wealth in the range of 25 lakh to 2 crore may be deemed as emerging high net worth individual. അതായത് 2 കോടി മേളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരെയാണ് ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത്. അതിന് സ്പെഷ്യലായിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. 25 lakh to 2 crore വരെയുള്ളവരെ എമർജിങ് ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് എന്നും പറയും. ഇത് ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ്. ഇത് കമ്പനീസ് ആക്ടിൽ പഠിച്ചിട്ടുണ്ടാവും, എങ്കിലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പലതവണ എക്സാമിന് ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട്. ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ്. ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ് refers to the equity share holding differential right as to dividend and or voting. Section 43A subsection A 2 of the Companies Act 2030 allow a company limited by shares to issue differential voting rights as a part of its share capital. Provides that company can issue equity shares with the differential rights subject to the following conditions including. ഈ താഴെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ DVR ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ് ഉള്ള ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഓതറൈസ് ചെയ്യണം. ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ ഓർഡിനറി റെസൊല്യൂഷൻ വേണം. കമ്പനി ഡിഫോൾട്ട് ഒന്നും വരുത്താതിരിക്കണം. എന്താ കാര്യങ്ങൾ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ ലാസ്റ്റ് 3 വർഷം, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയറിൻ്റെ കാര്യത്തിൽ, റീപേയ്മെൻറ്റ് ഓഫ് മെച്ചൂർഡ് ഡിപ്പോസിറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂ ടു എംപ്ലോയീസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ടൈം ലോൺ കാര്യങ്ങൾ കറക്റ്റായിട്ട് റീപേ ചെയ്തിരിക്കണം. അതായത് ഇഷ്യൂ ചെയ്യുമ്പോൾ ഷാൽ നോട്ട് എക്സീഡ് 75% ടോട്ടൽ വോട്ടിംഗ് പവർ ഇൻക്ലൂഡിംഗ് വോട്ടിംഗ് പവർ ഇൻ റെസ്പെക്ട് ഓഫ് ഇക്വിറ്റി ഷെയർസ് വിത്ത് DVR. അങ്ങനെയുള്ള കണ്ടീഷൻസ് എല്ലാം പാലിച്ചിട്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നോക്കി വെക്കേണ്ട പോയിന്റ് ആണ്. പിന്നെ കുറച്ച് ടേംസ്, FCD, NCD, PCD, ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചർ. ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് വെച്ചാൽ പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോഴത്തേന് ഇഫ് ദ കൺവേർഷൻ ഈസ് ആ കൺവേർഷൻ പീരീഡ് കഴിയുമ്പോഴത്തേനും ആ ഡിബഞ്ചർ ഫുൾ ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ദീസ് ആർ കൺവേർട്ടബിൾ ഇൻ ടു ഇക്വിറ്റി ഷെയർസ് ഓഫ് ദി കമ്പനി with or without premium as per the terms of issue on the expiry of specific period. ആ പീരീഡ് കഴിയുമ്പോഴത്തേനും ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് വെച്ചാൽ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. പീരീഡ് കഴിഞ്ഞാലും ഡിബഞ്ചർ ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ദീസ് ഡിബഞ്ചേഴ്സ് ഡു നോട്ട് ക്യാരി ദ ഓപ്ഷൻ ടു കൺവേർഷൻ ഇൻ ടു ഇക്വിറ്റി ഷെയർസ് ആൻഡ് ദെയർഫോർ റെഡീംഡ് ഓൺ ദ എക്സ്പയറി ഓൺ ദ സ്പെസിഫൈഡ് പീരീഡ്. പാർഷ്യലി കൺവേർട്ടഡ് ആണ്. അതിൽ 2 തരത്തിലുണ്ടാവും. ഒന്ന് കൺവേർട്ട് ചെയ്യാവുന്നതുണ്ടാവും, നോൺ കൺവേർട്ടബിൾ ഉണ്ടാവും. ആ കൺവേർട്ടബിൾ പോർഷൻ ഇക്വിറ്റി ഷെയർസ് ആയിട്ട് എക്സ്പയറി കഴിയുമ്പോൾ മാറ്റാം, അല്ലെ റിഡംഷൻ പീരീഡ് കഴിയുമ്പോൾ മാറ്റാം. അതാണ് ഉദ്ദേശിക്കുന്നത് FCD, NCD, PCDs. അടുത്തത് FCCB, ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട്. ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ട് മീൻസ് എ ബോണ്ട് ഇഷ്യൂഡ് ബൈ ഇന്ത്യൻ കമ്പനി എക്സ്പ്രസ്ഡ് ഇൻ ഫോറിൻ കറൻസി. ഇന്ത്യൻ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട്, എന്നാൽ അതിൻ്റെ ഇത് വാല്യൂ ചെയ്യുന്നത് ഫോറിൻ കറൻസിയിൽ. ആൻഡ് ദ പ്രിൻസിപ്പിൾ ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ റെസ്പെക്ട് വിച്ച് ഈസ് പേയബിൾ ഇൻ ഫോറിൻ കറൻസി. ഫോറിൻ കറൻസിയിലായിരിക്കും ഇത് പേ ചെയ്യുന്നത്. ഇഷ്യൂ ചെയ്യുന്നത് പക്ഷേ ഇന്ത്യൻ കമ്പനി ആയിരിക്കും. The FCCBs are unsecured instruments which carry fixed rate of interest and an option for conversion into fixed number of equity shares of the issuer company. Interest and redemption price is payable in dollars. FCCB shall be denominated in any freely convertible foreign currency. അതായത് ഫോറിൻ കറൻസിയിലായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. എപ്പോൾ വേണമെങ്കിലും ഫുള്ളി കൺവേർട്ടബിൾ ഇക്വിറ്റി ഷെയർസ് ആയിട്ട് മാറ്റാനായിട്ട് ഇഷ്യൂർ കമ്പനിയുടെ അത് മാറ്റാനായിട്ട് പറ്റും. ഇതാണ് FCCB എന്ന്. അടുത്ത FCEB, ഫോറിൻ കറൻസി എക്സ്ചേഞ്ചബിൾ ബോണ്ട്, ഈസ് യൂസ്ഡ് ടു റേസ് ഫണ്ട് ഫ്രം ദി ഇന്റർനാഷണൽ മാർക്കറ്റ് അഗൈൻസ്റ്റ് ദ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ചബിലിറ്റി ഓഫ് ഷെയർസ് ഓഫ് അനദർ കമ്പനി. Foreign currency exchange bonds, a bond expressed in foreign currency. The principal and interest and respect are payable in foreign currency, issued by an issuing company being an Indian company, subscribed by a person resident outside India, exchangeable into equity shares of another company being offered a company which is an Indian company, either wholly or partly or on the basis of an equity related warrant attached to the debt instrument. മെയിൻ ഡിഫറൻസ് എന്ന് വെച്ചാൽ FCCB എന്ന് വെച്ചാൽ ആ കമ്പനിയുടെ തന്നെ ഷെയർ കമ്പനിയുടെ തന്നെ, FCEB എന്ന് വെച്ചാൽ അനദർ കമ്പനിയുടെ ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതാണ് മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ്, IDR, GDR, ADR, അത് കൂടുതൽ ഡീപ്പായിട്ട് വരുന്ന ചാപ്റ്ററിൽ പഠിക്കും. ജസ്റ്റ് ഒരു നെഗറ്റീവ്, ഇന്ത്യൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ്സ് എന്താണെന്നുള്ള. കമ്പനീസ് ആക്ട് പ്രകാരം ഇന്ത്യൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ്സ് മീൻസ് any instrument in the form of a depository receipt created by a domestic depository in India and authorized by a company incorporated outside India making an issue of such a depository receipt. And in IDR is an instrument denominated in Indian rupee in the form of depository receipt created by a domestic depository against the underlying equity shares of issuing company to enable foreign companies to raise funds from Indian securities market. An IDR foreign company would issue shares to domestic depository which will then issue depository receipt to investors in India. അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്യാനായിട്ട് ഫോറിൻ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന, ഇന്ത്യൻ ഡിനോമിനേഷനിൽ ഇഷ്യൂ ചെയ്യുന്ന ഇതാണ് ഇന്ത്യൻ ഡിപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇത് ഷെയർസ്, ഡിബെഞ്ചർ, ബോണ്ട്സ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്.
എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഷെയർ എന്താണ്, ഡിബഞ്ചർ എന്താണ്, ബോണ്ട് എന്താണ്. ഡിബഞ്ചറും ബോണ്ടും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാം, ഷെയറും ബോണ്ടും തമ്മിലുള്ള വ്യത്യാസം എക്സാമിന് വേണേൽ ചോദിക്കാം, അല്ലെ ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള ചോദിക്കാം. അപ്പോൾ അതിന് എളുപ്പത്തിൽ ഇപ്പോൾ 5 മാർക്കിൻ്റെ ചോദ്യം ചോദിച്ചാൽ 5 പോയിന്റ് മിനിമം എഴുതിയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ്, ജസ്റ്റ് ഒരു കമ്പാരിസൺ ആണ്, റെഫർ ചെയ്താൽ മതി. ഈ ചാപ്റ്ററിൽ ഇത്രയാണ് ഉള്ളത്. ബാക്കി വരുന്ന ചാപ്റ്ററിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സബ്ജക്റ്റ് നോക്കാം. താങ്ക് യു.